Hi guys, welcome back to my channel. എൻ്റെ പേര് അഞ്ജു. എന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ യു ആർ മോസ്റ്റ് വെൽക്കം ടു മൈ ചാനൽ. ഓൾറെഡി ഈ ചാനലിലെ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ വെൽക്കം ബാക്ക്. ആദ്യം തന്നെ സബ്സ്ക്രൈബേഴ്സ് പ്ലീസ് ലെറ്റ് മീ നോ പുതിയ സെറ്റപ്പ് എങ്ങനെയുണ്ട് എന്നുള്ളത്. മഴ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി എൻജോയ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ഐ എം ലൈക്ക് എ ലവർ ഓഫ് റെയിൻ. ഓക്കെ, പക്ഷേ മഴക്കാലത്ത് ഒരു പ്രശ്നമുണ്ട്. ഇറ്റ് മേക്സ് us too lazy to do anything. അപ്പോൾ ബേസിക്കലി ഞാൻ പറഞ്ഞു വരുന്നത് എനിക്ക് ഭയങ്കര മടിയായിരുന്നു ഇനി ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഐ വാസ് ലൈക്ക് ടു ലേസി ടു ഡു എനിത്തിങ് ആൻഡ് ഐ വാസ് ലൈക്ക് പക്ഷേ എനിക്ക് വീഡിയോ ആക്കണം. ഐ വോണ്ട് ടു ഷെയർ ദം വിത്ത് യു ഗൈസ് ബട്ട് ഐ എം ടു ലേസി ടു ഷൂട്ട്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്ന് എനിക്ക് അധികം സെറ്റപ്പ് ഒന്നും ചെയ്യാൻ വയ്യ, എനിക്ക് ഡ്രസ്സ് മാറാനോ കാര്യമായിട്ട് മേക്കപ്പ് ചെയ്യാനോ ഒന്നുമുള്ള മൂഡ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ വീട്ടിലിരുന്ന ഡ്രസ്സിന് കുറച്ച് കൺവെർഷൻ ഇട്ട് അത്യാവശ്യം ഒന്ന് പ്രസന്റബിൾ ആയിട്ട് വന്ന് എൻ്റെ സിസ്റ്ററിൻ്റെ ബെഡിൽ വന്നിരുന്ന് ഷൂട്ട് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് മഴക്കാലവും ലോക്ക്ഡൗൺ ഒക്കെ എൻജോയ് ചെയ്യുന്നത് കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞ് അറിയിക്കൂ കേട്ടോ. ഓക്കെ, അപ്പോൾ കഥയൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് വേഗം ഇന്നത്തെ വീഡിയോയിലോട്ട് കിടക്കാം. ടുഡേയ്സ് വീഡിയോ ഈസ് ഓൾ അബൌട്ട് സ്കിൻ കെയർ ലെയറിങ്. വൈ ദിസ് വീഡിയോ എന്ന് ചോദിച്ചാൽ കുറേ പേര് എൻ്റെ അടുത്ത് ഞാൻ ഇന്ന പ്രോഡക്റ്റ് വാങ്ങിച്ചു, ഞാൻ അന്ന പ്രോഡക്റ്റ് വാങ്ങിച്ചു, ഏത് പ്രോഡക്റ്റ്സ് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, ഒരു റൂട്ടീൻ ഫോം ചെയ്ത് തരാമോ എന്നൊക്കെ പറഞ്ഞ് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് പോസിബിളി എല്ലാവർക്കും റൂട്ടീൻ ഫോം ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന കാര്യമല്ല. ഐ കാൺട്ട് ഡു ദാറ്റ്. ഇറ്റ്സ് നോട്ട് അണ്ടർ മൈ കൺട്രോൾ. ഞാൻ മാക്സിമം എല്ലാവരും ഹെൽപ്പ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ബട്ട് എല്ലാവർക്കും പേഴ്സണലൈസ്ഡ് ആയിട്ട് ഇന്ന പ്രോഡക്റ്റ്സ് വാങ്ങൂ, ഇന്ന പ്രോഡക്റ്റ്സ് ഇങ്ങനെ യൂസ് ചെയ്യൂ എന്ന് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് ഈ വീഡിയോ. ഓക്കെ, പിന്നെ കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആക്നെ സ്കിൻ കെയർ റൂട്ടീൻ ഓർ പിഗ്മെൻറ്റേഷൻ സ്കിൻ കെയർ റൂട്ടീൻ ഒന്ന് ഷെയർ ചെയ്യണം എന്നുള്ളത്. അപ്പം എൻ്റെ പിഗ്മെൻറ്റേഷൻ റുട്ടീനും കൂടെ തന്നെ നിങ്ങൾക്ക് മിനിമലിസ്റ്റിൻ്റെ ഒരു ആക്നെ റുട്ടീനും ഒക്കെ ഞാൻ ഉടനെ ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ. ആക്ച്വലി ഞാൻ ആ വീഡിയോന് വേണ്ടിയിട്ടാണ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് ഇതുപോലത്തെ ബേസിക് സംഭവങ്ങൾ പറഞ്ഞു തരാതെ ആക്നെ റുട്ടീൻ ഓർ സ്കിൻ കെയർ റുട്ടീൻ ഷെയർ ചെയ്യുന്നതിൽ ഇറ്റ് മേക്സ് നോ സെൻസ്. സോ ഫസ്റ്റ് ലിസൺ ടു ദിസ് വീഡിയോ, സ്റ്റാർട്ട് തൊട്ട് അവസാനം വരെ കാണുക. ഓക്കെ, ഐ നോ ഇറ്റ്സ് എ ലിറ്റിൽ ബോറിംഗ് ടു വാച്ച് മൈ ഫേസ്. എൻ്റെ ഈ മുഖവും കണ്ടുകൊണ്ട് 10-15 മിനിറ്റ് ഇരിക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ആൻ ഈസി ടാസ്ക്. ബട്ട് നിങ്ങൾ ഓൺ ചെയ്തിട്ട് എവിടെയെങ്കിലും വെച്ചാലും മതി. ഓക്കെ, ഇതിൽ ഞാൻ ട്യൂട്ടോറിയൽ രീതിയിലൊന്നും കാണിക്കാത്തതുകൊണ്ട് നിങ്ങൾ വീഡിയോ ഓൺ ചെയ്തിട്ട് എവിടെയെങ്കിലും വെച്ച് നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്താലും മതി കേട്ടോ. ബട്ട് പ്ലീസ് വാച്ച് ദിസ് ഫ്രം സ്റ്റാർട്ട് ടു എൻഡ്. നിങ്ങളൊരു പുതിയ റൂട്ടീൻ ഫോം ചെയ്യാണ്, അല്ലെങ്കിൽ പുതിയ സെറ്റ് ഓഫ് പ്രോഡക്ട്സ് ഒക്കെ ട്രൈ ചെയ്യാണ് എന്നുണ്ടെങ്കിൽ please this video will be really helpful for you guys. Please do watch from the start to the end. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഷെയർ ചെയ്ത് ബാക്കിയുള്ളവർക്കും കൂടെ ഇൻഫോർമേറ്റീവ് ആക്കുക. ബാക്കിയുള്ളവരെയും കൂടെ അത് ഹെൽപ്പ് ചെയ്യും, കൂടെ എൻ്റെ ഈ ചെറിയ ചാനലിനും അത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. സോ പ്ലീസ് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മടിക്കരുത്. അപ്പോൾ നമുക്ക് വേഗം ഇന്നത്തെ വീഡിയോയിലോട്ട് കിടക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, എന്തിനാണ് നമ്മൾ സ്കിൻ കെയർ ലെയറിങ്ങിന് ഇത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? അല്ലെങ്കിൽ സ്കിൻ കെയർ ലെയറിങ് അറിഞ്ഞില്ല എന്ന് വെച്ച് എന്താണ് കുഴപ്പം? നേരെ നമുക്ക് എന്തെങ്കിലും ഒരു 10-15 പ്രോഡക്ട്സ് വാങ്ങിച്ച് നമ്മുടെ മുഖത്ത് അങ്ങോട്ട് ലെയർ ചെയ്താൽ പോരെ, ഈ സ്കിൻ കെയർ ലെയറിങ്ങൊക്കെ എന്തിനാണ് ഇപ്പോൾ അറിഞ്ഞിട്ട് എന്ന് വിചാരിക്കുന്നവരുണ്ടാവും. ബട്ട് നോ, അതല്ല അതിൻ്റെ കാര്യം. സ്കിൻ കെയർ ലെയറിങ്ങിൻ്റെ ബേസിക്സ് അറിയാണ്ട് കുറേ പ്രോഡക്ട്സ് വാങ്ങിച്ച് വാരി തൂത്തോണ്ട് മാത്രം അത് നമ്മുടെ സ്കിൻ കൺസേൺസിന് ഹെൽപ്ഫുൾ ആവണമെന്നില്ല. ബിക്കോസ് ഓഫ് സോ മെനി റീസൺസ്. ഫസ്റ്റ് ഓഫ് ഓൾ, ഇറ്റ് മൈറ്റ് നോട്ട് പെനട്രേറ്റ് ഡീപ്പ് ഇൻ ടു അവർ സ്കിൻ. സെക്കൻഡ്, അതുകൊണ്ട് തന്നെ നമ്മൾ വാങ്ങിച്ച പ്രോഡക്ട്സ് ഒന്നും നമുക്ക് വർക്ക് ആവില്ല, ഫുൾ മണി വേസ്റ്റ്. തേർഡ്, ഇതൊന്നും കൂടാണ്ട് പ്ലസ് നമുക്ക് ഇറിറ്റേഷൻസും തരാം. ദാറ്റ് ഈസ് ഓൾറെഡി ഉള്ള സ്കിൻ പ്രോബ്ലംസിനെ അഗ്രിവേറ്റ് ചെയ്ത് ഇനിയും വേഴ്സ്റ്റ് സ്കിൻ പ്രോബ്ലംസ് ഉണ്ടാക്കാം. അതുകൊണ്ട് സ്കിൻ കെയർ ലെയറിങ്ങിൻ്റെ ബേസിക്സ് എങ്കിലും ഉറപ്പായിട്ടും അറിഞ്ഞിരിക്കണം. ഞാൻ ഓവർ ഡീറ്റെയിൽസിലോട്ട് പോയിട്ട് കെമിസ്ട്രി ക്ലാസ് തുടങ്ങുന്നില്ല. ബേസിക്സ് മാത്രമാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. വെരി ഈസിലി എല്ലാവർക്കും ഓർത്തിരിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. ഫസ്റ്റ്, കീപ് യോർ റുട്ടീൻ സിമ്പിൾ. ഐ ആം എ ട്രൂ ബിലീവർ ഓഫ് ദിസ് പ്രിൻസിപ്പിൾ. കീപ് ഇറ്റ് സിമ്പിൾ എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. 100 സാധനങ്ങൾ മുഖത്ത് വാരി വലിച്ച് തൂക്കേണ്ട ഒരാവശ്യമില്ല, എസ്പെഷ്യലി സ്കിൻ കെയർ ആക്റ്റീവ്സ്. നിങ്ങൾ പലതരത്തിലുള്ള പ്രൊഡക്ട്സ് ആഡ് ചെയ്താലും കുഴപ്പമില്ല. ഈ സ്കിൻ കെയർ ആക്റ്റീവ്സ് ഉണ്ടല്ലോ, സീറംസ്, ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ കുറേ സാധനങ്ങൾ ദൈവത്തെ ഓർത്ത് വാരി തൂക്കരുത്. എൻ്റെ ഒരു മന്ത്രം എന്താണെന്ന് വെച്ചാൽ 1 ആക്റ്റീവ് അറ്റ് എ ടൈം ഇൻ എ സ്കിൻ കെയർ റുട്ടീൻ. ഓക്കെ, ദാറ്റ് ഈസ് ഒരു നൈറ്റ് സ്കിൻ കെയർ റുട്ടീനിലാണെങ്കിൽ ഒരു കീ ആക്റ്റീവ് ഇൻഗ്രീഡിയൻറ്റ് ഉണ്ടാവും. അതിനെ മാത്രമാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. രാവിലെ ആണെങ്കിലും അതുപോലെ തന്നെ ഒരെണ്ണം, ഒരു ട്രൂ ആക്റ്റീവ് ഇൻഗ്രീഡിയൻറ്റ്.
അല്ലാതെ കുറേ ആക്റ്റീവ്സ് ലെയർ ചെയ്യുന്നതിൽ ഒരു കാര്യവും ഇല്ല എന്നതാണ് എൻ്റെ ഒരു ബിലീഫ്. സെക്കൻഡ്, നോ ദി ബേസിക് ഫോമാറ്റ്. ദാറ്റ് ഈസ് ഒരു ബേസിക് സ്കിൻ കെയർ റൂട്ടീൻ ഫോമാറ്റ് ഉണ്ടല്ലോ. ക്ലെൻസ് ചെയ്യുക, ടോണർ ഉണ്ടെങ്കിൽ ടോണർ യൂസ് ചെയ്യുക, അതിനുശേഷം സീറം യൂസ് ചെയ്യുക, അതിനുശേഷം മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക. ഇങ്ങനെയാണ് ഒരു ബേസിക് റൂട്ടീൻ പോകുന്നത് കേട്ടോ. സോ ഈ ഒരു ബേസിക് റൂട്ടീൻ ആദ്യം തന്നെ അറിഞ്ഞു വെക്കുക. നെക്സ്റ്റ്, സ്കിൻ കെയർ ലെയറിങ്ങിന് കുറച്ച് ബേസിക് റൂൾസ് ഉണ്ട്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊരു കാര്യം പറയട്ടെ, ഈ റൂൾസ് ബിലീവ് ചെയ്യുന്നവരുണ്ട്, ഈ റൂൾസ് ബിലീവ് ചെയ്യാത്തവരുണ്ട്. ഓക്കെ, ദാറ്റ് ഈസ് ഈ റൂൾസ് കറക്റ്റ് ആണെന്ന് പറയുന്നവരുണ്ട്, ഈ റൂൾസ് ഫോളോ ചെയ്യണം നിർബന്ധമില്ല എന്ന് പറയുന്നവരുണ്ട്. ഞാൻ പറയുന്നതായിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു നിങ്ങൾക്ക് ആ രീതിയിൽ ഡിസൈഡ് ചെയ്യാം കേട്ടോ. ഫസ്റ്റ്, കൺസിസ്റ്റൻസി റൂൾ. ദാറ്റ് ഈസ് നമ്മൾ ഒരു പ്രൊഡക്റ്റിൻ്റെ കൺസിസ്റ്റൻസി നോക്കിയിട്ട് അതനുസരിച്ചിട്ട് അപ്ലൈ ചെയ്യുക എന്നുള്ളത്. ക്ലെൻസർ അല്ല കേട്ടോ, ക്ലെൻസർ ഓർ ഫേസ് വാഷ് കംസ് ഫസ്റ്റ്. അതെന്ത് കൺസിസ്റ്റൻസി ആണേലും അതാദ്യം, അതിന് ശേഷം ബാക്കിയേ. സോ കൺസിസ്റ്റൻസി പ്രകാരം നമ്മൾ നോക്കുകയാണെങ്കിൽ ലൈറ്റസ്റ്റ് ഫസ്റ്റ് എന്നാണ് പറയുന്നത്. ലൈറ്റ് കൺസിസ്റ്റൻസി ഉള്ള അല്ലെങ്കിൽ ഒരു വാട്ടറി കൺസിസ്റ്റൻസി ഉള്ള പ്രോഡക്റ്റ് ഫസ്റ്റ്, പിന്നെ അതിന് ശേഷം നമ്മളത് ഫോളോ ചെയ്ത് കുറച്ചുകൂടെ തിക്കർ കൺസിസ്റ്റൻസി ഉള്ള പ്രോഡക്റ്റ്സ് ലൈക്ക് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നത്. നെക്സ്റ്റ്, ബേസ് യൂസ്ഡ്. ദാറ്റ് ഈസ് വാട്ടർ ബേസ്ഡ് പ്രൊഡക്റ്റും ഉണ്ട്, ഓയിൽ ബേസ്ഡ് പ്രൊഡക്റ്റും ഉണ്ട്. സോ ഈ ബേസ് റൂൾ അനുസരിച്ച് പറയുന്നത് വാട്ടർ ബേസ്ഡ് പ്രൊഡക്ട്സ് ആദ്യം അപ്ലൈ ചെയ്തിട്ട് അതിന് ശേഷം ഓയിൽ ബേസ്ഡ് പ്രൊഡക്ട്സ് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. ഇതിൽ ബേസിക് കോമൺ സെൻസ് എന്നുള്ള രീതിയിൽ അവർ പറയുന്നത് നമ്മൾ ഓയിലിൻ്റെ മുകളിൽ വാട്ടർ ഒഴിച്ചാൽ ഇറ്റ് വോണ്ട് ഗെറ്റ് അബ്സോർബ്ഡ് അല്ലേ. വാട്ടർ ബേസ്ഡ് പ്രൊഡക്ട്സ് ഒക്കെ നല്ല രീതിയിൽ സിങ്ക് ഇൻ ചെയ്ത് കഴിഞ്ഞ് ഓയിൽ ബേസ്ഡ് പ്രൊഡക്ട്സ് ഇടാൻ നേരത്ത് അതൊരു എക്സ്ട്രാ ലോക്ക് ഇൻ പോലെ ആവും എന്നാണ് പറയുന്നത്. സോ അക്കോർഡിംഗ് ടു ദിസ് റൂൾ വാട്ടർ ബേസ്ഡ് പ്രൊഡക്ട്സ് ആദ്യം ഇടുക, അതിന് ശേഷം ഓയിൽ ബേസ്ഡ് പ്രൊഡക്ട്സ് ഇടുക. Now you just think about it. If this makes sense to you, you can follow. Okay. അല്ലാന്നുണ്ടെങ്കിൽ if you don't think this is absolutely necessary, just ignore. Okay. പക്ഷേ according to me, I think this makes sense. Usually നമ്മുടെ റൂട്ടീൻ ഈ ഒരു രീതിയിൽ തന്നെയാണ് പോകുന്നത്. ഇനി ഫോർത്ത് പോയിന്റ് എന്ന് പറയുന്നത് സ്പേസ് ഇൻ ബിറ്റ്വീൻ ഓർ ടൈം ഇൻ ബിറ്റ്വീൻ. ദിസ് ഈസ് വെരി വെരി എസെൻഷ്യൽ. നിങ്ങൾക്കൊരു 3 പ്രോഡക്റ്റ് ഉണ്ടെന്ന് വെച്ചിട്ട് ആദ്യം ഒന്നിട്ടു, അത് കഴിഞ്ഞൊന്നിട്ടു, പിന്നെ അത് കഴിഞ്ഞൊന്നിട്ടു എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പ്ലീസ് ഡോണ്ട് ഡു ദാറ്റ്. ജസ്റ്റ് കീപ് സം ടൈം ഇൻ ബിറ്റ്വീൻ. അധികം നേരമൊന്നും വേണ്ട, ഒരു 2 മിനിറ്റ്, ഒരു 3 മിനിറ്റ്, അത്രയും നേരം മാത്രം ഓരോ പ്രോഡക്ട്സിൻ്റെയും ബിറ്റ്വീൻ ഗ്യാപ്പ് കൊടുത്താൽ മതിയാവും. ഇപ്പം നിങ്ങൾ ചോദിക്കും, ഓ എനിക്ക് അതിന് മാത്രം സമയമൊന്നുമില്ല, ഞാൻ ഭയങ്കര ബിസിയാണ് എന്നുള്ളത്. ഓക്കെ ഗൈസ്, ബിസി ആയിട്ടുള്ളവർക്ക് എനിക്ക് പറഞ്ഞു തരാനുള്ള ഒരു ടിപ്പ് എന്ന് പറയുന്നത് കീപ് യുവർ റൂട്ടീൻ വെരി വെരി സിമ്പിൾ. പക്ഷെ നിങ്ങൾക്ക് ടോണർ, എസെൻസ്, സീറം എല്ലാ പ്രോഡക്ട്സും ഇടണമെന്നാണെങ്കിൽ കുറച്ച് സമയം കണ്ടെത്തിയേ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ ചോദിക്കും, എന്താ അഞ്ചു എനിക്ക് എവിടെയാ സമയം, എസ്പെഷ്യലി രാവിലെ കോളേജിൽ പോകണം അല്ലെങ്കിൽ ജോലിക്ക് പോകാനുണ്ട്, അതിനിടയ്ക്ക് എങ്ങനെയാണ് ഇതൊക്കെ എന്ന് ചോദിക്കും. ഞാൻ എളുപ്പമുള്ള വഴി പറഞ്ഞുതരാം. ഞാൻ എന്താ ചെയ്യാറെന്ന് വെച്ചാൽ, രാവിലെ എഴുന്നേറ്റ ഉടനെ നമ്മൾ പല്ലേക്കുമല്ലോ, അപ്പം പല്ല് തേച്ച് കഴിയുമ്പോൾ മുഖം കഴുകുക. അതിനുശേഷം വന്നിട്ട് ഞാൻ എൻ്റെ വൈറ്റമിൻ സി സീറം അപ്ലൈ ചെയ്യും. ഓക്കെ, അത് കഴിഞ്ഞ് ഞാൻ ഡ്രസ്സ് മാറ്റാൻ പോകും. ഇനി അതല്ലെങ്കിൽ ഞാൻ ഭക്ഷണം കഴിക്കാൻ പോകും. അപ്പോൾ എന്താവും, ഈ വൈറ്റമിൻ സീനൊന്ന് സെറ്റിൽ ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ്സ് ഗ്യാപ്പ് അവിടെ കിട്ടും. അതിന് ശേഷം ഞാൻ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യും. സോ എഗെയിൻ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ മുടിയിട്ടോ കണ്ണെഴുതുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും പാക്ക് ചെയ്ത് വെക്കാണ്ടെങ്കിൽ അത് ചെയ്യുമോ, അങ്ങനത്തെ എന്തെങ്കിലും പണി ചെയ്യും. അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും വന്നിട്ട് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യും. വെരി ഈസി. ഇത് നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യമല്ലേ ഉള്ളൂ. ഇങ്ങനെ അപ്ലൈ ചെയ്താൽ മതിയാവും. ഓക്കെ, നമ്മൾ നിന്ന നിപ്പിന് തന്നെ സ്കിൻ കെയർ അപ്ലൈ ചെയ്യണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ടാണ് വന്ന് നിങ്ങൾ മുഖത്ത് എന്തെങ്കിലും അപ്ലൈ ചെയ്യുന്നതെങ്കിൽ മേക്ക് ഷ്യൂർ യുവർ ഹാൻഡ്സ് ആർ ക്ലീൻ. ഓക്കെ, മസാല ഉള്ള ഫുഡ് അല്ലെങ്കിൽ ഓയിലി ആയിട്ടുള്ള ഫുഡ് കഴിച്ചിട്ട് വന്നിട്ട് സോപ്പിട്ട് കൈ കഴുകാണ്ട് നേരെ വന്ന് ക്രീം അപ്ലൈ ചെയ്യരുത്. ദാറ്റ് വോണ്ട് ബി ഗുഡ്. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് ഇൻഗ്രീഡിയൻസ് കോമ്പിനേഷൻ ചെക്ക്. നിങ്ങൾ 2 സീറംസ് ഓർ 2 ആക്റ്റീവ്സ് യൂസ് ചെയ്യുന്നുണ്ട് അറ്റ് എ ടൈം ഒരു സ്കിൻ കെയർ റൂട്ടീനിൽ നിന്ന് വെച്ചാൽ, you have to make sure that those products don't conflict with each other എന്നുള്ളത്. ഫോർ എക്സാമ്പിൾ, വൈറ്റമിൻ സിയും റെറ്റിനോളും ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള 2 ആക്റ്റീവ്സ് ആണ്. അത് മോസ്റ്റ്ലി ബാക്കി എല്ലാ ആക്റ്റീവ്സും അല്ലെങ്കിൽ ബാക്കി എല്ലാ ആക്റ്റീവ് ഇൻഗ്രീഡിയൻസും ആയിട്ട് ഒത്തൊരുമിച്ച് പോകുന്ന സംഭവങ്ങളല്ല, കുറച്ച് പ്രശ്നക്കാരാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ റെറ്റിനോളും വൈറ്റമിൻ സിയും നിങ്ങളുടെ റൂട്ടീനിൽ ഇൻകോപ്പറേറ്റ് ചെയ്യാൻ നേരത്തെങ്കിലും വേറെ
ഇൻഗ്രീഡിയൻസ് ഇൻക്ലൂഡ് ചെയ്യാതിരിക്കാൻ നോക്കുക. അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ പോവും, കുഴപ്പമൊന്നും ഇല്ല എന്നുള്ള ഉറപ്പുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം ഇതിൻ്റെ കൂട്ടത്തിൽ ചേർക്കുക കേട്ടോ. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് AM or PM or the time to apply a particular product എന്നുള്ളത്. ചില പ്രൊഡക്ട്സ് AM-നാണ് ബെസ്റ്റ്. ഫോർ എക്സാമ്പിൾ ആൻറ്റി-ഓക്സിഡൻറ്റ്സ് ലൈക്ക് വൈറ്റമിൻ C. Vitamin C when paired with sunscreen works like magic. അത് നമ്മുടെ സ്കിന്നിനെ ഫ്രീ റാഡിക്കൽസിൽ നിന്ന് സേവ് ചെയ്യുന്ന ഒന്നാണ്, അല്ലെങ്കിൽ ഫ്രീ റാഡിക്കൽസിൻ്റെ ഡാമേജിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒന്നാണ്. ഓക്കെ, സോ ഈ കോമ്പിനേഷൻ വർക്ക്സ് ദി ബെസ്റ്റ് അറ്റ് മോർണിംഗ്. ബട്ട് ദർ ആർ പീപ്പിൾ ഹു കാൺട്ട് അപ്ലൈ ഓർ ഹു ആർ സെൻസിറ്റീവ് ടു അപ്ലൈയിങ് വൈറ്റമിൻ C അറ്റ് മോർണിംഗ്. അപ്പോൾ നിങ്ങൾ രാത്രി അപ്ലൈ ചെയ്യാം. ഓക്കെ, simple as that. At the same time, there are some products you should not apply at morning. For example, some kind of retinols. Retinols usually നമ്മുടെ സ്കിന്നിനെ സൺ സെൻസിറ്റീവ് ആക്കും എന്നുള്ളത് കൊണ്ട് രാവിലെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആരും സജസ്റ്റ് ചെയ്യില്ല. റെറ്റിനോൾസ് ആർ ഓൾവേസ് ദി ബെസ്റ്റ് വെൻ അപ്ലൈഡ് അറ്റ് നൈറ്റ്. അതേപോലെ തന്നെ AHAസും BHA സം ടൈം സാലിസിലിക് ആസിഡ് രാവിലെയും അപ്ലൈ ചെയ്യാൻ കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. ബട്ട് I always prefer applying any sort of exfoliants at night. Last point, oils at last എന്നുള്ളത്. This is something that I covered in the previous point, but still കുറച്ചുകൂടെ എനിക്ക് എംഫസിസ് ചെയ്ത് പറയണം തോന്നിട്ടോ. I think this makes complete sense to me. അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറയുന്നത്. ഫേസ് ഓയിൽസ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അറ്റ് ലാസ്റ്റ്, ആഫ്റ്റർ എവറിത്തിങ് ദാറ്റ് യു ഹാവ് ഡൺ, അറ്റ് ലാസ്റ്റ് യൂസ് ചെയ്യുക. ഇനി അതല്ല, നിങ്ങളുടെ ആ ഒരു ലേസി നൈറ്റ്സിന് വേണ്ടിയിട്ട് എളുപ്പ പരിപാടിക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഞാൻ ഇന്നലെ ചെയ്ത പോലത്തെ റുട്ടീൻ. ഞാൻ ഇന്നലെ ആക്ച്വലി എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഞാൻ ബെഡിലിരുന്നാണ് എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. എഡിറ്റ് ചെയ്ത് ഞാൻ അവിടെ കിടന്ന് ഉറങ്ങിപ്പോയി. കിടന്നില്ല, അവിടെ ഇരുന്ന് ഉറങ്ങിപ്പോയി. ഓക്കെ, കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ എന്നെ എന്നിട്ട് പറഞ്ഞു, ചേച്ചി എന്നാൽ കിടന്ന് ഉറങ്ങിക്കൂടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഓ ശരിയല്ല, ഉറങ്ങാമല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ again I didn't do my skincare, I didn't wash my skin, I didn't wash my face. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, വേഗം എഴുന്നേറ്റ് മുഖമൊക്കെ വാഷ് ചെയ്തു. സ്കിൻ കെയർ ചെയ്യാൻ ഞാൻ കിടക്കില്ല കേട്ടോ. I was too lazy to apply essence, serum, വെയിറ്റ് ചെയ്യുക, ഇതൊന്നും എനിക്ക് പറ്റില്ലായിരുന്നു. എനിക്ക് വേഗം ഉറങ്ങണമായിരുന്നു. അപ്പോൾ ഞാൻ ചെയ്തൊരു എളുപ്പ പരിപാടി എന്ന് പറയുന്നത്, മുഖം ആദ്യം വാഷ് ചെയ്തു, അത് കഴിഞ്ഞിട്ട് ഞാൻ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തു, അതിൻ്റെ മുകളിൽ ഞാൻ റോസിപ്പ് ഓയിൽ അപ്ലൈ ചെയ്തിട്ട് കിടന്നുറങ്ങി കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇടയ്ക്ക് ലേസി ആയിട്ടുള്ള സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെയും ചെയ്യാവുന്നതാണ്. ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ അങ്ങോട്ട് കട്ട് ഡൗൺ ചെയ്തിട്ട് സിമ്പിൾ റുട്ടീൻ ഫോളോ ചെയ്യുക എന്നുള്ളത്. ഇതുപോലത്തെ റുട്ടീൻ ഞാൻ ആഴ്ചയിൽ ഒന്ന് ആക്ച്വലി ചെയ്യാറുണ്ട്, ജസ്റ്റ് ടു ഗിവ് എ ബ്രേക്ക് ഫോർ മൈ സ്കിൻ. അപ്പോൾ ഇതൊക്കെയാണ് മെയിൻ പോയിന്റ്സ് എന്ന് പറയുന്നത്. ബട്ട് ഐ ഹാവ് സം മോർ തിങ്സ് ടു ടെൽ യു ഗൈസ്. പലരും ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ്, സാധനങ്ങളെല്ലാം കൂടെ ഈ കയ്യിലോട്ട് അങ്ങോട്ട് ഇട്ട് ഇതിങ്ങനെ അങ്ങോട്ട് മിക്സ് ആക്കിയിട്ട് ഓക്കെ എല്ലാത്തിൻ്റെയും ഗുണം കിട്ടിയല്ലോ, എടുത്ത് മിക്സാക്കി തൂക്കാലോ എന്നുള്ള പരിപാടി. നോ, ഡോണ്ട് ഡു ദാറ്റ്. ഇറ്റ്സ് നോട്ട് ഗുഡ്. ഈച്ച് പ്രൊഡക്ട്സിൽ എന്തൊക്കെയാണ് പോകുന്നത്, എന്തൊക്കെയാണ് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് നമുക്ക് അറിഞ്ഞുകൂടാ. വിൽ ഇറ്റ് കോൺഫ്ലിക്റ്റ് വിത്ത് ഈച്ച് അതർ, അതും നമുക്ക് അറിഞ്ഞുകൂടാ. പിന്നെ ഈച്ച് ആൻഡ് എവറി പ്രോഡക്റ്റ് ഇറ്റ് ഈസ് ബാലൻസ്ഡ്. ഓക്കെ, അവർ സ്റ്റെബിലൈസ് ചെയ്തിട്ടാണ് പ്രോഡക്ട്സ് ഇറക്കുന്നത്. അതിൻ്റെ കൂടുതൽ എക്സ്റ്റേണൽ സംഭവങ്ങളൊക്കെ കൂടെ എടുത്തിട്ട് മിക്സ് ആക്കിയാൽ എങ്ങനെ ഉണ്ടാവും നമുക്ക് അറിയുണ്ടാവില്ല. വാട്ട് വിൽ ബി ദി റിയാക്ഷൻ വി ഡോണ്ട് നോ. സോ പ്ലീസ് ഡോണ്ട് ഡു ദാറ്റ്. 2-3 പ്രൊഡക്ട്സ് ഒക്കെ കയ്യിലെടുത്തിട്ട് മിക്സ് ആക്കിയിട്ട് തൂക്കുക എന്നുള്ള പരിപാടി, ഡോണ്ട് ഡു ദാറ്റ്. പിന്നെ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, ഡു നോട്ട് ഫർഗെറ്റ് ടു ടേക്ക് എ ബ്രേക്ക്. നമ്മുടെ മുഖത്ത് നമ്മൾ എന്നും കുറേ രീതിയിലുള്ള ആക്റ്റീവ്സും സംഭവങ്ങളൊക്കെ യൂസ് ചെയ്ത് അതിനെ ഇങ്ങനെ വർക്ക് ചെയ്യിപ്പിക്കുകയാണ് അല്ലേ. അപ്പോൾ ഒരു ദിവസം നമുക്ക് എല്ലാവർക്കും ഓഫ് വേണ്ടതുപോലെ തന്നെ നമ്മുടെ സ്കിൻ കെയറിനും ഒരു ദിവസം ഒരു ബ്രേക്ക് കൊടുക്കണം എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. ഓക്കെ, ഇപ്പോൾ ഓയിലി സ്കിന്നുള്ളവരാണെങ്കിൽ അവർ ഓയിൽ കൺട്രോളിങ് എന്ന് പറഞ്ഞിട്ട് മാറ്റിഫൈയിങ് സംഭവങ്ങളൊക്കെ വലിച്ചു വാരിയിടും. ഒരു ദിവസമെങ്കിലും ആ സ്കിന്നിന് ആ ഒരു ഹൈഡ്രേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് വാഷ് യുവർ ഫേസ്, അപ്ലൈ എ മോയ്സ്ചറൈസർ. നിങ്ങൾ എന്തെങ്കിലും രീതിയിലുള്ള ഓയിൽ ഇടുന്നുണ്ടെന്നാണെങ്കിൽ അതിൻ്റെ മുകളിൽ ഓയിൽ ഇടുക, ഡൺ. ഇനി അതല്ലാന്നാണെങ്കിൽ ജസ്റ്റ് വാഷ് യുവർ ഫേസ്, അപ്ലൈ എ നൈസ് ജനറസ് എമൗണ്ട് ഓഫ് മോയ്സ്ചറൈസർ ആൻഡ് ലെറ്റ് ഇറ്റ് ബി. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഇങ്ങനെ ചെയ്യുന്നത് എന്തായാലും ഒരു പോസിറ്റീവ് റിസൾട്ട് മാത്രമേ അത് തരുള്ളൂ കേട്ടോ. നെക്സ്റ്റ്, ലാസ്റ്റ് ബട്ട് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, never ever skip your sunscreen. സിമ്പിൾ ഗൈസ്. ഞാൻ ഇത്ര നാൾ പറഞ്ഞിട്ടും നിങ്ങൾക്ക് ഈ ഒരു ചെറിയ പോയിന്റ് മനസ്സിലായിട്ടില്ല എന്നാണെങ്കിൽ
ഡോണ്ട് നോ വാട്ട് ടു ഡു. ഞാൻ മാത്രമല്ല, എല്ലാ സ്കിൻ ഇൻഫ്ലുവൻസേഴ്സും എല്ലാ സ്കിൻ കെയർ വ്ളോഗേഴ്സും ഇനി അതല്ല മേക്കപ്പ് ആൻഡ് സ്കിൻ കെയർ ചെയ്യുന്നവരാണെങ്കിലും എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്ന കാര്യമാണ്, ഇൻക്ലൂഡിങ് ഡോക്ടേഴ്സ്, സൺസ്ക്രീൻ സ്കിപ്പ് ചെയ്യരുത് എന്നുള്ളത്. ഞാൻ വീണ്ടും പറയാം, അകത്തുള്ളപ്പം ഓക്കെ, ഐ എം നോട്ട് കമ്പല്ലിങ് യു ഗൈസ്. പക്ഷെ പുറത്ത് പോകാൻ നേരത്ത് ഡെഫിനറ്റ്ലി ഡു അപ്ലൈ എ സൺസ്ക്രീൻ, അറ്റ്ലീസ്റ്റ് 30+ എങ്കിലും. ഓക്കെ, 50+ ആണ് ബെസ്റ്റ്, പക്ഷെ അറ്റ്ലീസ്റ്റ് 30+ എങ്കിലും അപ്ലൈ ചെയ്യാൻ നോക്കാം. ചില പ്രൊഡക്ട്സ് ഞാൻ റിവ്യൂ ചെയ്യാൻ നേരത്ത് എടുത്തു പറയാറുണ്ട് രാവിലെ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യണം എന്നുള്ളത്. പക്ഷെ ചില പ്രൊഡക്റ്റ് പറയാൻ നേരത്ത് ഞാനത് എടുത്ത് പറയാറില്ല. Okay, but that doesn't mean that you don't have to apply a sunscreen എന്നുള്ളത്. ഈ ഇടയ്ക്ക് ഒരു കുട്ടി കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, സൺസ്ക്രീൻ നെസസറി ആണോ, ഇന്ന സീറം അപ്ലൈ ചെയ്തിട്ട് സൺസ്ക്രീൻ നെസസറി ആണോ എന്ന്. ഏത് സീറം നിങ്ങൾ അപ്ലൈ ചെയ്താലും ഇല്ലെങ്കിലും സൺസ്ക്രീൻ നെസസറി ആണ്. ഓക്കെ, ഒന്നും നിങ്ങൾ അപ്ലൈ ചെയ്തില്ലെങ്കിലും ജസ്റ്റ് ഫേസ് വാഷിംഗ്, മോയ്സ്ചറൈസിങ്, സൺസ്ക്രീൻ ആണെങ്കിലും ഗുഡ്, ദാറ്റ് ഇസ് ഇനഫ്. പക്ഷേ സൺസ്ക്രീൻ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേയ്സ് വീഡിയോ ഗൈസ്. ഐ ഹോപ്പ് ദിസ് വീഡിയോ വാസ് ഹെൽപ്ഫുൾ. ഈ വീഡിയോ ചിലപ്പോൾ കുറച്ച് ലോങ് ആയിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു, ബട്ട് പ്ലീസ് ഈ പോയിന്റ്സ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. സോ നെവർ സ്കിപ്പ് എനി ഓഫ് ദിസ്. നിങ്ങൾ റൂട്ടീൻ ഫോം ചെയ്യാൻ നേരത്തെ ജസ്റ്റ് കീപ് ദിസ് ഇൻ യുവർ മൈൻഡ്. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുണ്ടെങ്കിൽ ഐ റിയലി അപ്രീഷിയേറ്റ് യു ഗൈസ്. ഓക്കെ, നിങ്ങൾ ഇവിടെ വരെ റീച്ച് ചെയ്തു എന്നാണെങ്കിൽ പ്ലീസ് കമൻറ്റ് സെക്ഷനിൽ ഒരു ഹാർട്ട് ഇടൂ കേട്ടോ, റെഡ് കളർ ഹാർട്ട്. ഓക്കെ, അപ്പോൾ എനിക്ക് മനസ്സിലാവും നിങ്ങൾ ഇതുവരെ റീച്ച് ചെയ്തോ ഇല്ലയോ എന്നുള്ളത്. ഹോപ്പ് യു ഗൈസ് ഫൗണ്ട് ദിസ് വീഡിയോ ഇൻഫോർമേറ്റീവ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഇത് നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.